ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഏത് ലൈറ്റാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്, ഏതാണ് നിങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്പെടാൻ ചാൻസ് ഉള്ളത് എന്നുള്ളത് കമൻറ്റായിട്ട് ഇടുക. ഇങ്ങനെ ചോദിക്കാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോരുത്തർക്കും ഓരോ താല്പര്യങ്ങളാണല്ലോ. ഇപ്പോൾ എനിക്ക് യൂസ് വരുന്ന ലൈറ്റുകൾ നിങ്ങൾക്ക് യൂസ് വരാൻ ചാൻസ് ഇല്ല. ഹായ് ഗൈസ്, അഴിച്ചോടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 5 തരത്തിലുള്ള USB ലൈറ്റുകളാണ്. ഓക്കെ, ഇത് വളരെ റിക്വസ്റ്റഡ് ആയിട്ട് വന്ന ഒരു ഇതാണ്, പലരും കമൻ്റായിട്ട് ചോദിച്ച സംഭവങ്ങളാണ്. അപ്പം നമുക്ക് ഓരോരോ ലൈറ്റുകളായിട്ട് നമുക്ക് പരിചയപ്പെടാം. ഇത് ഞാൻ ബേസ് ചെയ്തിരിക്കുന്നത് കംപ്ലീറ്റ് USB ലൈറ്റ് മാത്രമാണ്. പിന്നെ നമ്മൾ സ്പെഷ്യൽ മെൻഷനായിട്ട് ഈ ഒരു സാധനവും കൂടെ പറയുന്നുണ്ട്. കാരണം നമ്മൾ ഇതിൻ്റെ റിവ്യൂവിൽ പറഞ്ഞതിനനുസരിച്ചിട്ട് ഇതിൻ്റെ അകത്ത് ഒരു കാര്യം മാത്രം നമ്മളത് കവർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതും കൂടെ നമ്മൾ ഈ വീഡിയോയിൽ കവർ ചെയ്യും. അപ്പോൾ ഇതും USB വർക്ക് ചെയ്യും. അതുകൊണ്ട് ഈ ഒരു കാറ്റഗറിയിൽ ഇതും കൂടെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ ബൾബായിട്ട് വരുന്നത്. ഇത് നമുക്ക് ജസ്റ്റ് ഒരു കീ ചെയിൻ്റെ വലിപ്പമുള്ള ഈ സാധനം. അപ്പോൾ നമുക്ക് ഇത് ആവശ്യാനുസരണം നമുക്ക് ഊരിയെടുക്കുകയും അതേമാതിരി താക്കോലിലൊക്കെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇതേമാതിരി USB കുത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് വർക്ക് ചെയ്യിച്ചെടുക്കാൻ പറ്റും. ഇത് വർക്ക് ചെയ്യുന്നത് 80 mAh ആണ് ഇതിൻ്റെ അകത്ത് കറണ്ട് എടുക്കുന്നത് കേട്ടോ. 3 LED ഉണ്ട്. 3 LED പാരലായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. 80 mAh, അതായത് 25 mAh അടുത്ത് ഒരു LED എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ LEDക്ക് ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഓൾറെഡി ബിൽറ്റിനായിട്ട് ഹീറ്റ് സിങ്ക് ഉണ്ട്. പിന്നെ അത് മാത്രമല്ല വളരെ കുറഞ്ഞ കറണ്ട് മാത്രമേ ഇത് യൂസ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ LED അത്യാവശ്യം നല്ല രീതിയിൽ ലാസ്റ്റ് ചെയ്യാൻ ചെയ്യും. പിന്നെ ഇതിൻ്റെ അകത്ത് ലാസ്റ്റിങ്ങും കാര്യങ്ങളൊന്നും നോക്കണ്ട. ഇത് നമുക്ക് ജസ്റ്റ് യൂട്ടിലിറ്റി ആയിട്ട് ഇപ്പോൾ നമുക്കിത് വേണമെങ്കിൽ ഒരു പവർ ബാങ്കിൽ കുത്താം. അതല്ല നമുക്കിപ്പോൾ പ്രത്യേകിച്ച് ഒരു വീഡിയോ ലൈറ്റിൻ്റെ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സാധനം നേരെ എടുത്ത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു വീഡിയോ ലൈറ്റായി. ഇപ്പോൾ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നവർക്കൊക്കെ എളുപ്പമാണ്. അപ്പോൾ അതാണ് ഫസ്റ്റ് ലൈറ്റ് വരുന്നത്. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ലൈറ്റ് വരുന്നത്. ഇത് വാം വൈറ്റിലും കിട്ടും, കൂൾ വൈറ്റിലും കിട്ടും. ഞാൻ മേടിച്ചിരിക്കുന്ന 2 വാം വൈറ്റ് ആണ്. അപ്പം ഇതിന് പുറത്ത് ഒരു കവറുണ്ട്, പ്ലാസ്റ്റിക്കിൻ്റെ കവറുണ്ട്. അപ്പോൾ ഈ കവറ് മാറ്റിയിട്ടാണ് ഞാനിത് യൂസ് ചെയ്യുന്നത്. വേറെ ഒന്നും കൊണ്ടല്ല, ഇത് അത്യാവശ്യം നല്ല രീതിക്ക് ചൂടാവുന്നുണ്ട്. അപ്പോൾ ഈ ചൂട് നമുക്ക് ഡിസിപ്പേറ്റ് ചെയ്ത് കളയാൻ, അതായത് കാറ്റ് കൊള്ളുമ്പോഴത്തേക്കും ചൂട് പോവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിതിൻ്റെ ഈ ഔട്ട്സൈഡ് പ്ലാസ്റ്റിക് കവർ ഊരി കളഞ്ഞിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഇത് അത്യാവശ്യം നല്ല ബ്രൈറ്റാണ് കേട്ടോ, അത്യാവശ്യം നല്ല ബ്രൈറ്റാണ്. ഇപ്പം നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം, എൻ്റെ മുഖത്തിൻ്റെ ഒരു സൈഡ് ഫുള്ളി ലിറ്റപ്പ് ആയിട്ടുണ്ട്, കൈയൊക്കെ കണ്ട നല്ല രീതിക്ക് ലിറ്റപ്പ് ആയിട്ടുണ്ട്. അപ്പം ഇതെടുക്കുന്നത് 194 mAh ആണ് ഈ യൂണിറ്റ് എടുക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നമുക്ക് നല്ലൊരു ക്വാളിറ്റി വീഡിയോ ലൈറ്റായിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഔട്ട്ഡോർ എവിടെയെങ്കിലുമൊക്കെ പോകുന്നുണ്ടെങ്കിൽ 2 പവർ ബാങ്കിൽ 2 ലൈറ്റ് കുത്തിയിട്ട് കഴിഞ്ഞാൽ നല്ല ക്ലീനായിട്ട് എടുക്കാൻ പറ്റും. നമ്മുടെ കറക്കം ചാനലിൽ, മേഘയുടെ ചാനലിൽ നമ്മൾ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. നോക്കട്ടെ, അതിൻ്റെ ക്ലിപ്പ് കിട്ടുന്നുണ്ടെങ്കിൽ ഞാൻ ഇട്ട് കാണിച്ചു തരാം. ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ തരത്തിലുള്ള LED വരുന്നത്. ഇതൊരു ടേബിൾ ലാമ്പിൻ്റെ ഷേപ്പിലാണ് വരുന്നത്. ഇതുമ്പോൾ തന്നെ ഒരു പുഷ് ബട്ടൺ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതുമ്പോൾ ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ LED 3 ബ്രൈറ്റ്നസ് കത്തും. ഇപ്പോൾ ലോ, മീഡിയം, ഹൈ, അങ്ങനെ 3 മോഡുകളുണ്ട്. അപ്പം ലോയിൽ നമുക്ക് എടുക്കുന്നത് 68 mAh ആണ് ലോയിൽ കറണ്ട് വലിക്കുന്നത്. മീഡിയം വരുമ്പോഴത്തേക്കും നമുക്ക് അത് ഒരു 194 mAh കറണ്ട് വലിക്കുന്നുണ്ട്. ഹൈ ആകുമ്പോഴത്തേക്കും അതിൻ്റെ ഫുൾ ബ്രൈറ്റ്നസ്സിൽ 428 mAh എടുക്കുന്നുണ്ട്. അതായത് ഓൾമോസ്റ്റ് 1/2 ആംബിയറിൻ്റെ അടുത്ത് ഇത് എടുക്കുന്നുണ്ട്, ഈ ലൈറ്റ് എടുക്കുന്നുണ്ട്. അപ്പം ഇതും അത്യാവശ്യം നല്ല ക്വാളിറ്റിയൊക്കെ ഉണ്ട്. ടച്ച് സ്വിച്ച് ആയതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഒരു ലുക്കും ഫീലും ഒക്കെ ഉണ്ട് ഈ സാധനത്തിന്. ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ 4ാമത്തെ ലൈറ്റ്. നമ്മൾ വീഡിയോ ലൈറ്റായിട്ട് ഇട്ട ലൈറ്റാണ്. ഇത് USB-യിലാണ് കുത്തുന്നത്. USB-യിൽ ഒരു സൈഡ് കുത്താം, മറ്റേ സൈഡ് നമ്മുടെ സാധാരണ ബൾബുമാതിരി തന്നെയാണ് ഇരിക്കുന്നത്. അപ്പം ഇത് അത്യാവശ്യം നല്ല യൂസ്ഫുൾ ലൈറ്റാണ്. ക്യാമ്പിംഗ് പർപ്പസിനൊക്കെ യൂസ് ചെയ്യാം. അതേമാതിരി വീഡിയോ ലൈറ്റായിട്ട് നമുക്ക് കൊണ്ടെടുക്കാം. ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ എൻ്റെ മുഖം ലൈറ്റപ്പ് ആയിട്ടുണ്ട്. ഇത് എടുക്കുന്നത് ഓൾമോസ്റ്റ് 1 ആംബിയർ, 908 mAh ആണ് ഇത് എടുക്കുന്നത്. ഓൾമോസ്റ്റ് നല്ല വെട്ടമുണ്ട്. നമുക്ക് ശരിക്കും ഒരു വീഡിയോ ലൈറ്റൊക്കെ ആയിട്ട് ഇടാം. എവിടെയെങ്കിലുമൊക്കെ ട്രാവലിങ്ങിനും ക്യാമ്പിങ്ങിനൊക്കെ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതൊരെണ്ണം മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോ ലൈറ്റായിട്ട് സുഖമായിട്ട് യൂസ് ചെയ്യാം. അത്യാവശ്യം നല്ല ഈവൺ ലൈറ്റായിട്ട് കിട്ടും. പിന്നെ എനിക്കൊരു ചെറിയൊരു കൺസേൺ ഉള്ളത്, ഇത് അത്യാവശ്യം നല്ല രീതിക്ക് ചൂടാവുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സോഴ്സ് എന്താണെന്ന്, അത് റെസിസ്റ്റർ ഇട്ട് കൊടുത്താൽ ശരിയാവായിരിക്കും. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ എത്ര നേരം കത്തിക്കും, നമുക്കൊരു വീഡിയോ എടുക്കാനുള്ള ഒരു ആവശ്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു യൂസിനും ഇത് വളരെ യൂസ്ഫുള്ളാണ്. 5ാമത്തെ ലൈറ്റായിട്ട് നമ്മൾ പറയുന്നത് നമ്മുടെ ഈ സ്റ്റാർ പ്രൊജക്ടർ ലൈറ്റാണ്. ഇതിൻ്റെ അകത്തൊരു USB സംഭവമൊക്കെ ഉണ്ട്, ലീഡൊക്കെ ഉണ്ട്. അപ്പം ഇത് കുത്തിക്കഴിഞ്ഞ് ഇത് USB-യിൽ കുത്തിയാലും നമുക്കിത് വർക്ക് ചെയ്യിക്കാൻ പറ്റും. അപ്പോൾ ഈ ലൈറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ബാറ്ററിയിലും വർക്ക് ചെയ്യും. ഇപ്പോൾ ഞാൻ ഇതിൻ്റെ ലീഡ് എടുത്ത് നമ്മുടെ ഇതിൽ കുത്തുവാണേ. അപ്പോൾ ഇത് കണ്ടോ, ലൈറ്റ് ഇപ്പോഴും ഓൺ ആയിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ബാറ്ററി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ബാറ്ററി ഡിസ്കണക്ട് ചെയ്ത് ഊരി വെച്ചതിന് ശേഷം മാത്രം USB കണക്ഷൻ കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഈ നോൺ റീചാർജബിൾ ബാറ്ററിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പം പൊട്ടിത്തെറിക്കാനും ഇതിനൊക്കെ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഇത് നമ്മൾ USB-യിൽ കുത്തുമ്പോഴത്തേക്കും വൈറ്റ് ലൈറ്റ് എടുക്കുന്നത് 102 mAh ആണ് എടുക്കുന്നത്.
ബ്ലൂവും കൂടെ വരുമ്പോഴത്തേക്കും 145 മില്ലി ആംപിയർ എടുക്കുന്നുണ്ട്. ബ്ലൂ മാത്രമാണെന്നുണ്ടെങ്കിൽ 85 മില്ലി ആംപിയറാണ് കറണ്ട് എടുക്കുന്നത്. അപ്പം ഈ ലൈറ്റിനെ കുറിച്ച് ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു, ചാത്തൻ സാധനമാണ്. എന്നാൽ കൂടി ഇതേമാതിരിയുള്ള ചെറിയ ചെറിയ ലൈറ്റിംഗ് പർപ്പസിന് നമ്മുടെ കാറിൻ്റെ ഉള്ളിലൊക്കെ ബാക്കിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും കാണാൻ. ആ ഒരു പർപ്പസ് മാത്രമേ ഉള്ളൂ, അല്ലാതെ ഇതിന് അത്ര നല്ല ലൈറ്റായിട്ടും കാര്യങ്ങളൊന്നുമില്ല. അപ്പം ജസ്റ്റ് ഡെക്കറേറ്റീവ് പർപ്പസിന് ഇത് നല്ലതാണ്. ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഏത് ലൈറ്റാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്, ഏതാണ് നിങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്പെടാൻ ചാൻസ് ഉള്ളത് എന്നുള്ളത് കമൻ്റ് ആയിട്ട് ഇടുക. ഇങ്ങനെ ചോദിക്കാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോരുത്തർക്കും ഓരോ താല്പര്യങ്ങളാണല്ലോ. ഇപ്പോൾ എനിക്ക് യൂസ് വരുന്ന ലൈറ്റുകൾ നിങ്ങൾക്ക് യൂസ് വരാൻ ചാൻസ് ഇല്ല. എന്നാലും നമുക്ക് സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് ഏത് ലൈറ്റാണ് കൂടുതൽ യൂസ് വരാൻ ചാൻസ് ഉള്ളതെന്ന് കമൻ്റ് ആയിട്ട് ഇടുക. പിന്നെ യൂട്യൂബർമാർക്ക് ഇത് ഏത് ലൈറ്റ് കിട്ടിയാലും അടിപൊളിയാണ്. നമുക്ക് ഓരോ സീനിനനുസരിച്ച് നമുക്ക് ഈ ലൈറ്റുകൾ മാറ്റിയിടാൻ പറ്റും. ഇപ്പോൾ തന്നെ ആണെന്നുണ്ടെങ്കിൽ ഞാനിവിടെ ഒരു സൈഡിൽ നിന്ന് നമ്മുടെ വാം വൈറ്റും മറ്റേ സൈഡിൽ നിന്ന് കോൾഡ് വൈറ്റും വെച്ചതുകൊണ്ടാണ് നമ്മുടെ മുഖത്ത് അത്യാവശ്യം ലൈറ്റ് കിട്ടുന്നത്. നിങ്ങൾക്ക് അറിയാലോ, ഈ ഒരു കാർ സിറ്റുവേഷനിലല്ല ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ടത്. എങ്കിൽ കൂടി നമ്മൾ കാറിലിരുന്ന് ചെയ്യുന്നതിൻ്റെ കേസ് സ്ഥിരം കാണുന്നവർക്ക് അറിയാം. നമ്മുടെ സ്റ്റുഡിയോ ഓൾറെഡി വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സ്റ്റുഡിയോ വർക്ക് കഴിയാതെ എനിക്ക് സ്റ്റുഡിയോയിൽ കയറി ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ഭയങ്കര എക്കോയും കാര്യങ്ങളാണ്. അപ്പം ക്വാളിറ്റി അതിനനുസരിച്ച് കുറച്ച് കുറയും. കാരണം എഡിറ്റിംഗ് മിക്കവാറും ഇനി ഫോണിൽ തന്നെ ആയിരിക്കും. അപ്പം എന്തായാലും ഇത്ര ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ബട്ടടിക്കുക, ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്തുവിടുക. ഇതുവരെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവേദം സബ്സ്ക്രൈബ് ഉണ്ട്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്ത് അത് ഓൾ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മൊബൈൽ ലഭിക്കുന്നതായിരിക്കും. ഇനി അഥവാ നിങ്ങൾ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ. യൂട്യൂബിൽ കാണുന്നവരാണെങ്കിലും നിങ്ങൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലേക്കും ഒന്ന് ഫോളോ ചെയ്യാനായിട്ട് ഇൻവൈറ്റ് ചെയ്യാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.